നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ ഒന്നായ അപ്സ്റ്റോക്സിൻ്റെ ഫ്രീ ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ അനായാസമായിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഓപ്പൺ ആക്കാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു അപ്സ്റ്റോക്സിൻ്റെ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ലഭിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ ഒരു അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. അതിനൊപ്പം തന്നെ നമുക്ക് മൊബൈൽ നമ്പർ അത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് മൊബൈൽ നമ്പർ ചോദിക്കും. അപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം Gmail ID സെലക്ട് ചെയ്യാൻ പറയും. നിങ്ങൾക്കൊരു Gmail ID സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എത്രയാണ്, 0. അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് 0, കമ്മീഷൻ, മ്യൂച്വൽ ഫണ്ട്, IPO ഇതിനെല്ലാം കമ്മീഷൻ 0. അപ്പോൾ നല്ലൊരു ബ്രോക്കറാണ്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണ്. കംപ്ലീറ്റ് യുവർ KYC എന്നത് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുക. അപ്പോൾ മരിറ്റൽ സ്റ്റാറ്റസ്, ട്രേഡിംഗ് എക്സ്പീരിയൻസ്, ഒക്യുപ്പേഷൻ, ആനുവൽ ഇൻകം ഏകദേശം അടിച്ചു കൊടുക്കുക. വിഷയമുള്ള കാര്യങ്ങളല്ല. അതിനുശേഷം ഇത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് എക്സാക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സെൽഫി എടുക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരു സെൽഫി ക്യാമറ ഉപയോഗിച്ച്, ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് എടുത്ത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ഡീറ്റെയിൽസ് മാനുവലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. മേളത്ത് വേണമെങ്കിൽ UPI ഉപയോഗിച്ചും ആഡ് ചെയ്യാം. കണ്ടിന്യൂ മാനുവലി നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. വീണ്ടും ആ ഒരു അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അക്കൗണ്ട് IFSC കോഡ്, അതുപോലെ തന്നെ അക്കൗണ്ട് ടൈപ്പ്, നിങ്ങളുടെ അക്കൗണ്ടിലെ പേര്, ഇത്രയും കാര്യങ്ങൾ അടിച്ചു കൊടുക്കാം. ആ ഒരു അക്കൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ പൈസ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാം. ഇവിടെ ഡ്രോ എ സിഗ്നേച്ചർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും കൈ കൊണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ആക്ടിവേറ്റ് ഓൾ സെഗ്മെൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഇൻകം പ്രൂഫായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി സ്ലിപ്പോ ITR എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം നോമിനി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നോമിനിയുടെ പേര്, നോമിനിയുടെ ലാസ്റ്റ് നെയിം, റിലേഷൻഷിപ്പ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങളാണ്. നോമിനി ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം മുമ്പോട്ട് പോകാം. അതിനുശേഷം സൈൻ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ഫൈനൽ സ്റ്റെപ്പാണ്. ഇവിടെ നമുക്ക് ടിക്ക് ഇട്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടിക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റഡ് ആയിട്ടുണ്ട്. 3 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ നമുക്കത് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ. ഇപ്പോൾ അണ്ടർ റിവ്യൂവിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഈ ഐഡിയൽ ഫോർ ബിഗിനേഴ്സ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഹോം പേജാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇതുവരെ സബ്മിറ്റ് ആണ്. അതുകൊണ്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കംപ്ലീറ്റ് യുവർ KYC എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റായി ഈ ഒരു അപ്സ്റ്റോക്സിൻ്റെ ആക്ടിവേറ്റ് ആയി എടുക്കാൻ ഏകദേശം 3-4 ദിവസമൊന്നും എടുക്കില്ല. 1-2 ദിവസം കഴിയുമ്പോഴത്തേന് ഇത് ആക്ടിവേറ്റ് ആകും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റുകളും ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കോടിക്കണക്കിന് ആൾക്കാർ ഡൗൺലോഡ്സ് ഉണ്ട്. നല്ലൊരു ടെക്നിക്കൽ ചാർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ട്, IPO, അതുപോലെ തന്നെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ETF ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഓപ്ഷൻ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലുള്ള ട്രേഡിംഗ്, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിങ് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീമിയം മെത്തേഡ്സ് നിങ്ങൾ ഈ ഒരു ചാനലിൽ വരുന്ന സമയത്ത് ഈ ഒരു അക്കൗണ്ട് ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നവർക്ക് കൂടുതലായിട്ടുള്ള പ്രീമിയം മെത്തേഡ്സും കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് പഠിക്കാനും സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ചെയ്യും.